ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് യൂട്യൂബിൽ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ കണ്ടു. സന്തോഷം തോന്നുന്ന പറഞ്ഞാൽ ആ വീഡിയോ നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരു വീഡിയോ എന്ന് പറയാം. അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു. നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള കണ്ടന്റാണ് പ്രായമാവുന്ന സമയത്ത് വിവാഹം കഴിക്കുന്ന ആളുകളെ കുറിച്ചിട്ട്. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് പങ്കാളി നഷ്ടപ്പെട്ട് മക്കളൊക്കെ പ്രായപൂർത്തിയായ ശേഷം വിവാഹം കഴിക്കുന്ന ദമ്പതിമാരെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വിവാഹങ്ങൾ നമ്മൾ അങ്ങനെ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് മിക്കതും ഈ മക്കളൊക്കെ യൂട്യൂബേഴ്സ് ആയിരിക്കും. ഏതെങ്കിലും മകളോ മകനോ ആരെങ്കിലുമൊക്കെ യൂട്യൂബർ ആയിരിക്കും. അവരവരുടെ അമ്മയെ വിവാഹം കഴിപ്പിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള വ്യക്തിയും ഒരു സ്ത്രീയും, രണ്ടുപേരും നല്ല പ്രായമുണ്ട്, ഒരു വിവാഹം കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ പോലെ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞി കല്യാണം. സരിതമുട്ടിയൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞു. അല്ല എന്നാലും അതല്ലല്ലോ നൈലോണുള്ള തലക്ക് കിട്ടിയാൽ മതി. ചേർന്നു മാലാദ്യം മാല കയ്യിൽ വാങ്ങിച്ചോ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ കറക്റ്റ്. കഴിഞ്ഞിട്ട് 3 വരം വെച്ചവനാ. വലത്തെ കൈ കൊടുക്ക്, രണ്ടാളും വലത്തെ കൈ പിടിച്ചോ. പേര് നോക്കിയിട്ട് കേട്ടാ. തിരക്കടിക്കണ്ട പോയിട്ടാ. തിക്ക് തിരക്കുമ്പോൾ സമയമുണ്ട്. അതൊക്കെ ടൈറ്റ് ആവും. ഇനി സമാനൊക്കെ ആവുമ്പോ ഞാൻ രണ്ട് കൈ പിടിച്ചു. അപ്പൊ ഈ വീഡിയോ എന്ന് പറഞ്ഞാല് കുറെ പ്രായമുള്ളൊരു മനുഷ്യനാണ് അയാള്. വൈഫും അതേ പ്രായം തോന്നുന്നുണ്ട്. രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. സാധാരണ പോലെ ഒരു വിവാഹം, അമ്പലത്തിൽ വെച്ചിട്ട് സാധാരണ പോലെ വിവാഹം. യാതൊരു ബഹളവും ഇല്ല, നാദസ്വരോ കൊട്ടോ മേളോ ഒന്നുമില്ല. സാധാരണ നാട്ടിൻപുറത്ത് ഏതോ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള ഒരു വിവാഹം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരു വിവാഹം. ആ വീഡിയോയിൽ കാണുന്ന ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മകളാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചായയൊക്കെ തോന്നുന്നുണ്ട്, മോതിരമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ മകളായിരിക്കാം. അങ്ങനെയാണ് ആ വിവാഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ധൃതിയുണ്ട്, വളരെ റൂഡായിട്ട് പെരുമാറുന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ഉണ്ട്. കാരണം അദ്ദേഹം നീങ്ങി നിൽക്കാനൊക്കെ പറയുന്നു, കൈയൊക്കെ പിടിച്ചു വലിച്ച് നീങ്ങി നിൽക്കാൻ പറയുന്നു. അങ്ങനെയൊക്കെ ഒരു ധൃതിയും വെപ്രാളവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റും ഒരുപാട് പോസിറ്റീവ് കമന്റും ഉണ്ട്. പോസിറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഈ വീഡിയോ കണ്ടപ്പോൾ. ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ, വാർദ്ധക്യത്തിൽ എല്ലാവർക്കും ഒറ്റപ്പെടൽ വരും, അപ്പൊ എന്തായാലും ഒരു പങ്കാളി വേണം, അറ്റ്ലീസ്റ്റ് സംസാരിച്ചിരിക്കാനെങ്കിലും ഒരാളായല്ലോ എന്നൊക്കെ ഉള്ള ഒരുപാട് നല്ല കമന്റുകൾ അതിലുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമന്റുകളുണ്ട്. ആ മനുഷ്യൻ എന്തൊരു റൂഡായിട്ടാണ് ആ സ്ത്രീയോട് പെരുമാറുന്നത്. ഈ വിവാഹത്തിന് തന്നെ ഇങ്ങനെയാകുമ്പോൾ അതേ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മോശം സ്വഭാവമായിരിക്കും. പിന്നെ അതേപോലെ അവരെ ഒരു വേലക്കാരിയായിട്ട് കാണരുത്, ഒരു പങ്കാളിയായിട്ട് കാണണം, അങ്ങനെയൊക്കെ ഉള്ള കമന്റ്. പിന്നെ നമ്മളെ പഴയ ഒരു ചില അനുഭവങ്ങൾ വെച്ചിട്ട് അവർക്ക് വല്ലതും തിന്നാൻ കൊടുക്കണം, മട്ടനും ചിക്കനൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയുള്ള കോമഡി കമന്റുകളും അതിലുണ്ട്. അപ്പൊ ഈ വീഡിയോ ഒരുപാട് പേര് കണ്ടതാണ്. അപ്പൊ ചിലരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്തിനാണ് ഈ വീഡിയോ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്, അവരെവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, ഈ വിവാഹമൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്തിനാണ് അവർക്ക് നെഗറ്റീവ് വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെ കമന്റ് ഉണ്ട്. ഈ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചപ്പോൾ മക്കൾ വീഡിയോയിൽ റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കാനോ വേണ്ടിയിട്ട് നടത്തിയൊരു വിവാഹമോ ഒന്നുമല്ല അത്. അല്ലെങ്കിൽ മക്കളുടെ ഒരു
മക്കള് തീരുമാനിച്ചിട്ട് അവരുടെ ഒരു ഒഴിവാക്കലോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയും അവരുടെ ഒരു ബാധ്യതയിൽ നിന്ന് മാറ്റി അങ്ങനെയൊന്നുമല്ല വിവാഹം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ വിവാഹ വീഡിയോ ഇട്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ സ്വന്തം ചാനലിലാണ്. ആ ചാനലിന്റെ പേര് പ്രേമ വ്ളോഗ്സ് എന്നാണ്. അവർ തൃശ്ശൂരുള്ള ഒരു വ്യക്തിയാണ്. അവർ തന്നെ തൃശ്ശൂരിലെ അടിപൊളി ലേഡി അല്ലെങ്കിൽ തൃശ്ശൂരിലെ ധീരവനിത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ് അവരുടെ വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ അധ്വാനിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയാണ് അവര്. അവർ നല്ല അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു, സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അവർ ചെറിയ ചെറിയ റീൽസ് ഒക്കെ ചെയ്യുന്നു, ഈ സ്കിറ്റ് പോലെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ വിവാഹം കഴിഞ്ഞത് എങ്ങനെയാണ്, അവർ നേരത്തെ വിവാഹം കഴിച്ചതാണോ, മക്കളുണ്ടോ, അല്ലെങ്കിൽ ഇവരെങ്ങനെ കണ്ടുമുട്ടി, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ നമുക്ക് വരും. അപ്പൊ അവരുടെ ചാനൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലേഡിയാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലേഡിയാണ്. അവർക്കൊരു പ്രായത്തിൽ വിവാഹം കഴിക്കണം തോന്നിയപ്പോൾ ഒരു വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അവര് ആ വിവാഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അവർക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു. എല്ലാവരും വിവാഹം കഴിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അവര് ആ കുടുംബത്തിലെ മൂത്ത മകളായിരിക്കാം, അവരുടെ അനിയത്തിമാരെയൊക്കെ വിവാഹം കഴിപ്പിച്ച് വിട്ടതായിരിക്കാം. എന്തായാലും അവരവരുടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിവാഹം കഴിച്ച വ്യക്തിയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ആ ഒരു വിവാഹ വീഡിയോയ്ക്ക് അടിയിലുണ്ട്. അദ്ദേഹം എന്താണെങ്കിലും ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹം ഭയങ്കര റഫായിട്ട് പെരുമാറുന്നു, ഇതേപോലെയൊക്കെ മുന്നോട്ടാണെങ്കിൽ എങ്ങനെ ജീവിക്കുക, പിന്നീട് വിവാഹം അബദ്ധമായി തോന്നരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. 9-10 വർഷത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹം ആ 10 വർഷവും അവരെ നന്നായി നോക്കി. അതിനുശേഷം അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ കൊടുത്തു. അതിനുശേഷം ആ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായി. ഒരുപക്ഷെ മക്കളൊക്കെ വിവാഹം കഴിച്ച് പോയതായിരിക്കാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒറ്റയ്ക്കാവുന്നു. അങ്ങനെ അദ്ദേഹം ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയൊരു പ്രേമ എന്ന് പറയുന്ന, അവരെ ചാനലിലൊക്കെ അവരെ കല്യാണി എന്നാണ് അവർ സ്വന്തം വിശേഷിപ്പിക്കുന്നത്. അപ്പൊ കല്യാണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ 1 വർഷം മുൻപാണ് അവർക്ക് ഈ വിവാഹാലോചന വരുന്നത്. പിന്നെയും അവര് ഈ വിവാഹം കഴിക്കണോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ച ശേഷം ആണ് ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും വിവാഹം കഴിക്കുന്നതും. അപ്പോൾ അവർക്ക് അതിന് വന്നിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കണം. അവർ ഭയങ്കര സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, ഞങ്ങൾ അങ്ങനെ മോശമായിട്ട് ഒന്നും വിവാഹം കഴിച്ചതല്ല, ഞങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടായിരുന്നു, ഇദ്ദേഹം ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പം ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ വിവാഹം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും കുറേ പ്രായമായ ശേഷം വിവാഹം കഴിക്കുമ്പോൾ ഇഷ്ടങ്ങളൊക്കെ ചേർന്ന് പോവുമോ, അവരെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക, രണ്ടുപേരും ഒരുപാട് വർഷം തന്നിഷ്ടപ്രകാരം ജീവിച്ചവരായിരിക്കില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ പിന്നീട് അവർ സ്ഥിരമായിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരിടുന്ന ഷോർട്സിൽ ഈ സ്ത്രീ പനിയായിട്ട് കിടക്കുന്നു, അദ്ദേഹം അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, ചായ കുടിക്കുകയെന്ന് പറയുന്നു, ചായ ബെഡിൽ കൊണ്ടു കൊടുക്കുന്നു. പിന്നെ അദ്ദേഹം ഓട്ടോ ഓടാൻ പോകുന്ന ആളാണ്. ഈ ഓട്ടോ ഓടിയിട്ട് രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ എന്ന് അയൽവക്കത്തെ ആളുകളൊക്കെ ഈ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ സ്ത്രീ പനിയായിട്ട് കിടക്കാണല്ലോ എന്ന് കരുതിയിട്ട് ഇടയ്ക്കൊക്കെ ഓട്ടോ നിർത്തിയിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് ഈ സ്ത്രീയുടെ കൂടെ ഇരുന്ന് നോക്കുന്നു. ഒരിക്കലും നമുക്കതൊരു ഷോ ആയിട്ടോ ഒന്നും തോന്നില്ല. ഇപ്പം അവർക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ തേൻപുരട്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞങ്ങൾ ഇങ്ങനെ പെരുമാറും, ഞങ്ങൾ ഭയങ്കര അങ്ങനെയൊന്നുമല്ല. അവർ വളരെ നാച്ചുറലായിട്ട് പെരുമാറുന്നവര്, അവരുടെ ഒരു സാധാരണ രീതിയിൽ യാതൊരു പോളിഷും ഇല്ലാതെ നമ്മളെ മുന്നിൽ അവരുടെ ലൈഫാണ് അവർ കാണിച്ചു തന്നിട്ടുള്ളത്. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മൾ എന്തിനാണ് അവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് എന്നുള്ളതാണ്. അവർ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോകൾ ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയെ വിവാഹം കഴിപ്പിച്ച വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അച്ഛനെ വിവാഹം കഴിപ്പിച്ച വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആളുകളല്ലായിരുന്നു അവരാരും. കാരണം അവർക്ക് മക്കളുള്ളപ്പോഴും ഒറ്റപ്പെടൽ ഉണ്ടാവും, ഇല്ല ഒന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ കൂടെ ആ വീട്ടില് ഒരു കൂരയ്ക്ക് കീഴിൽ അവരുടെ മക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലും ഒക്കെ ഉള്ള ആളുകളായിരുന്നു അവര്. പക്ഷെ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. അവർക്ക് ആരും ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മക്കളുണ്ടായിരിക്കാം, ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം ഇദ്ദേഹത്തിന്റെയൊക്കെ മക്കളുള്ളത്. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. അവർക്ക് ഒന്നിച്ച് താമസിക്കുന്നതിൽ നമ്മളതിലെ മോശമായിട്ട് ഒന്നും കാണേണ്ട കാര്യമില്ല. അവർക്ക് ഒരു വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു കട്ടൻ ചായ ഇട്ട് തരാനെങ്കിലും വീട്ടിലൊരാളുണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്, ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നമ്മളെ കാത്തിരിക്കാൻ നമ്മളെ വീട്ടിലൊരാളുണ്ടാവുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ
അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ നമ്മൾക്ക് ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് ഇന്ന കാര്യം ചെയ്യണം, മക്കളുടെ പഠിപ്പ് നോക്കണം, അല്ലെങ്കിൽ അവർക്ക് ജോലിയായോ, അല്ലെങ്കിൽ അവരുടെ വിവാഹം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇന്ന ആവശ്യങ്ങളുണ്ടോ, മരുന്ന് കൊടുക്കാൻ, അസുഖം വരുമ്പോൾ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ, മാതാപിതാക്കളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ, അവർ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വീട്, അതൊക്കെ നമുക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇവരെയൊക്കെ സംബന്ധിച്ച് ആരുമില്ലാത്ത, നമ്മളൊരു വീട്ടിൽ ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് തളർന്ന് വീട്ടിൽ കയറി വരുമ്പോൾ നമ്മൾ തന്നെ ആ വീടിന്റെ വാതിൽ താക്കോൽ ഉപയോഗിച്ച് തുറന്നിട്ട് ശൂന്യമായ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു വീടിന്റെ ഉള്ളിൽ കയറേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു നെഗറ്റീവ് അവരെ കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ്. പലരും കമന്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പൊ ഇതൊരു ട്രെൻഡ് ആയിട്ടുണ്ട്, ഈ പ്രായമുള്ളവര് കല്യാണം കഴിക്കുക എന്നുള്ള ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. എല്ലാവരും ഒരു ട്രെൻഡിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല വിവാഹം കഴിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കും, അവർ വിവാഹം കഴിച്ചു എന്നാൽ ചിലപ്പോൾ ഈ വിവാഹം കഴിക്കുക എന്നുള്ളത് സക്സസ് ആവുന്ന കാര്യമാണെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് കല്യാണം കഴിക്കുന്ന, ഇപ്പൊ ഒരു ട്രെൻഡാണല്ലോ, ആരും കുറ്റമൊന്നും പറയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ടായിരിക്കാം. അല്ലാതെ ഒരു കൂട്ട് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ചില ആളുകൾ ഉണ്ടായിരിക്കും കുറേ സംസാരിക്കാൻ ഇഷ്ടമായിരിക്കും, ആരെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കേട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള ഇവരുണ്ടായിരിക്കും. നമ്മളുടെ ആരും അല്ലാത്ത ഒരാള് പുറമേ നമ്മൾ അയൽവക്കത്ത് പോയിട്ടോ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ കാണുന്ന ആളുകളോ നമ്മൾ ഈ പറയുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും നമ്മളെ കാര്യങ്ങളും ഒന്നും കേട്ടിരിക്കാൻ സമയമുള്ളവരായിരിക്കില്ല. പക്ഷെ നമ്മൾക്കൊരു കൂട്ടുണ്ട് വെച്ചാല് നമ്മളോട് സംസാരിക്കാന്, നമ്മൾ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാന്, നമ്മളെ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷെ അന്ന് നടന്നൊരു കുഞ്ഞു കാര്യം, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ചെറുതായിട്ട് സംഭവിച്ച ഒരു ചെറിയ കാര്യമെങ്കിലും പറയാൻ നമ്മളുടെ കൂടെ ഒരു പങ്കാളി ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. നമ്മളെപ്പോഴും ചെറുപ്പക്കാരുടെ ഒരു ആവശ്യമാണ് ഇത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. സത്യത്തിൽ ചെറുപ്പക്കാരെക്കാട്ടിലും പങ്കാളിയുടെ ആവശ്യം പ്രായമുള്ളവർക്കാണ് തോന്നാറുണ്ട്. ചെറുപ്പക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി, അവരുടെ ഫ്രണ്ട്സ്, അവരുടേതായ തിരക്കുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രായമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റിട്ടയർമെന്റ് ലൈഫായിരിക്കും. ആ ഒരു പ്രായത്തിൽ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് ഒരു പങ്കാളിയില്ല, നമ്മളെ കാര്യങ്ങളൊന്നും പറയാനോ നമ്മളെ കേൾക്കാനോ ആരും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമുള്ള അവസ്ഥയാവാൻ ചിലരെ സംബന്ധിച്ച് സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അവര് അത്ര പ്രായമുള്ള സ്ത്രീ ഒന്നും അല്ല, ഒരു 60 വയസ്സൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അതുവരെ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലി. പെട്ടെന്ന് ആ അച്ഛൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക്, അവിടെ മക്കളും ഒക്കെ ഉണ്ട്, പക്ഷെ വൈകുന്നേരം അതിൽ നടന്നു പോകുമ്പോൾ ആ അച്ഛൻ അവിടെ ആ ഒരു തിണ്ണയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ, അടുത്തൊരു പട്ടി കിടക്കുന്നുണ്ടായിരിക്കും, ഇരിക്കുന്ന കാണുമ്പോൾ നമ്മളെ ഉള്ളിലൊരു ഫീലിംഗ്, അയ്യോ ഒറ്റപ്പെടൽ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതാണ്. അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരൊക്കെ പ്രായമാകുമ്പോഴും, പണ്ടത്തെ പോലെ ആളുകൾ അത്രയൊന്നും വിമർശിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ധൈര്യപ്പെടുന്നതെന്നും കൂടെ പറയാം. കാരണം അതൊരു ട്രെൻഡ്, ഈ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡായി മാറിയല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നത് എന്ന് കൂടെ വേണം പറയാൻ. എന്തായാലും അതൊരു നല്ല കാര്യമാണ്, അതിനെ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. പിന്നെ നമ്മള് വിമർശിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് അവരുടെ ഇഷ്ടങ്ങളിലൊക്കെ കൈകടത്തി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാതെ അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവര് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അതിൽ ആ ഒരു വിവാഹം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ധൃതി കണ്ടിട്ട് അവിടെയുള്ള ഒരാള് അദ്ദേഹത്തിന്റെ സുഹൃത്താവണം പറയുന്നുണ്ട്, ഗോവിന്ദേട്ട തിരക്കൊന്നും കൂട്ടണ്ട, ഇഷ്ടം പോലെ സമയമുണ്ടെന്ന്. ശരിയാണ്, അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മളെ ജീവിതം ഇപ്പം അങ്ങ് ഇത്ര പ്രായമായില്ലേ, 60 വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്താ ജീവിക്കാന്നൊക്കെ പറയും. 90 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളും 100 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ 60 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇനിയും അവർക്ക് 30, 40, 50 വർഷം ഇനിയും വേണമെങ്കിൽ ജീവിക്കാം. അപ്പോൾ എന്തിനാണ് അവർ ഈ 50, 40, 50 വർഷം ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്? അവർ നല്ല സന്തോഷമായിട്ടൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കട്ടെ. അപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി.